ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ തെങ്ങിന് ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണേ. ഇന്ന് രാവിലെ ഞാൻ നനച്ചു, തെങ്ങിൻ്റെ ചുവട് നനച്ചു. ഇത് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങോട്ട് വന്ന കാരണം നമ്മൾ ഫെർട്ടിലൈസറൊന്നും കൊടുക്കാൻ നിർത്തിയാക്കുമായിരുന്നു. കാരണം അപ്പുറത്ത് പള്ളിക്കകത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ശല്യം കാരണം ഇത് സൺലൈറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തെങ്ങ് ചാഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോഴും ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ വട്ടയിലൊക്കെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക. ആ വട്ടയാണ്. ആ വട്ടയുടെ കമ്പുകളെല്ലാം കോതി വിടാതെ അവരോട് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നില്ല. കണ്ടോ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കും. തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട് കിടക്കും. അപ്പോൾ തെങ്ങ് ചാഞ്ഞ് പോരുന്നു. അപ്പോൾ ഞാനെന്തായാലും ഡോളമൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഫെർട്ടിലൈസറൂടെ കൊടുക്കാമല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് ചെടികൾക്കൂടൊക്കെ കൊടുക്കുക. രാവിലെ എല്ലാം കൂടെ സമയം കിട്ടത്തില്ല. നമ്മുടെ വഴുതനയാണേ നിറച്ച് കാ പിടിച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ അതിനൊക്കെ ഇച്ചിരി ഡോളമൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ പപ്പായ കൃഷിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിലും എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. എന്നാലും നടക്കുന്നുണ്ട്. രാവിലെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. വെളുപ്പിന് സുബഹിയുടെ പുറകിന് മുറ്റത്തിറങ്ങുന്നതാണ്. ഇത് കണ്ടോ ഇവിടെ എല്ലാം ഞാൻ പപ്പായ നട്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ ഡോളമൈറ്റ് കൊടുക്കുവാണേ. മണ്ണിന് അസിഡിറ്റി ഉണ്ട്. അപ്പോൾ അസിഡിക്ക് സോയിലാണെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് പ്രയാസം വരും വളർന്നു വരാനും. പിന്നെ രോഗങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഗ്രോത്ത് ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഡോളമൈറ്റ് കൊടുക്കുവാണേ. എന്നിട്ട് നനച്ച് കൊടുക്കും. ആദ്യം ഇന്നലെ വൈകിട്ട് ഞാൻ ശരിക്കും ഇവിടെ എല്ലാം നനച്ചതാണ്. 2 ടാങ്ക് വെള്ളം ഇവർക്ക് തന്നെ എടുത്തു. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഇത് ആദ്യം ഡോളമൈറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ എന്നിട്ട് പൊത കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരിയിലെല്ലാം മാരി വെച്ചിട്ടുണ്ട്. നമ്മൾ കിട്ടിയ സ്ഥലത്തെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. ചരിച്ചാണ് നട്ടത്. അപ്പോൾ ഇങ്ങോട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കാതെ അത് നന്നായി വരുമല്ലോ. മുളകിനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിറാമുളകുണ്ട്. സിറാമുളക് അപ്പുറത്ത് നിൽക്കുന്നത് കാണിച്ചില്ലല്ലേ. സിറാമുളകും ഉണ്ട്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഉണ്ട്. ഇത് സിറായ കേട്ടോ. മുരടിപ്പായി തുടങ്ങി. ഞാൻ എന്തായാലും ഡോളമൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിറാമുളക് നമുക്ക് സെയിലിനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആർക്കും സിറാന്ന് കേട്ടാൽ അവരൊക്കെ കളിയാക്കി ചിരിക്കും. അവർക്കൊന്നും അറിയത്തില്ല. കണ്ടോ ഇതിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓമ ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുക. രാവിലെ ഇറങ്ങിയതാണ് മുറ്റത്ത് പണിക്ക്. ഇവിടെ എല്ലാം നമ്മൾ ഡോളമൈറ്റ് കൊടുത്തോണ്ടിരിക്കുക. ഇതൊക്കെ മണ്ട ആരോ വെട്ടി ആരാന്നറിയത്തില്ല. ഇതിന് കൊടുത്തില്ല. പിന്നെ ഇവിടെ ഓന്തുണ്ട്. ഓന്തൊന്നും ശല്യം ചെയ്യത്തില്ല. അരണയുണ്ട്. ഇനി അരണ മണ്ട കടിച്ച് ഇന്നും നടത്തില്ല. കണ്ടോ ബ്ലേഡ് വെച്ച് ചെത്തിയ പോലെ അതൊന്നും. അതുകൊണ്ട് പ്രാർത്ഥിക്കും ഇതൊന്നും അങ്ങനെ കളയല്ലേന്ന്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോട്ട് മാറ്റി വെച്ചതാ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ ഇത് നട്ടപ്പോൾ 2 മൂടായിരുന്നു. പിന്നെ ഞാനത് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പോയില്ല. നിൽക്കട്ടെ എന്ന് കരുതി. എല്ലാവർക്കും കൊടുക്കുക. പിന്നെ നമ്മുടെ ചെടികൾ കൂടെ കൊടുക്കണം. പക്ഷേ ഞാൻ കുറച്ച് ഇവിടെയൊക്കെ ഇട്ടു. എല്ലാം കൂടെ നനച്ച് വരുമ്പം ടൈം പോകും. രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യണ്ടേ. ഒരു പരിപാടിയും നടക്കത്തില്ല. നോമ്പ് വായിക്കൊണ്ട് ഇവർക്കെല്ലാം കൊടുക്കും. ഇവിടെ എല്ലാം ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കൂർക്ക വെച്ചിട്ടുണ്ട്. പയർ ഞാനൊരു 60-65 മൂട് ഓളം വെച്ചിട്ടുണ്ട്. പപ്പായ സക്സസ് ആകുന്നതന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം ഇവിടെ നല്ല വെയിലും വെട്ടവും വലിയ മരങ്ങളെല്ലാം പോയപ്പോൾ അടിപൊളിയായില്ലേ സ്ഥലം. ഞാൻ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ നിൽക്കുന്ന അത്രയും കാലം നമുക്ക് നോക്കാം. നമ്മൾ നിൽക്കുന്ന വരെ നമ്മുടെ സ്വന്തം പോലെ നമുക്ക് നോക്കാം. നമ്മൾ വാടക വീടാണേലും വൃത്തിയായിട്ട് കിടക്കട്ടെ. നാളെ ഒരു സമയത്ത് അവർക്കാണേലും അയ്യോ ഇതിന് വെള്ളവും കൊടുക്കത്തില്ല, വളവും കൊടുക്കത്തില്ല, മറന്നു പോകും. ഈ വാട്ടർ പോട്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്നതുകൊണ്ടേ മറന്നു പോകും. കണ്ടോ ഇവിടെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു പണിയാണ് കേട്ടോ. മണ്ണൊന്ന് നീക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് കൂട്ടി കൊടുത്തിട്ട് നനച്ച് അതിന് മൾച്ചിങ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ചൂടല്ലേ, വെയിലുള്ള മൾച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ. കുറേ കരിയില രാവിലെ അപ്പുറത്തെ പള്ളിയിലെ മരത്തിൻ്റെ കുറേ വീണ് കിടന്നെല്ലാം വാരിയെടുത്ത് ഞാനെന്നാൽ ഇവിടെ കൊണ്ടിടുകയെങ്കിലും ഇവിടെ കിടന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പൊടിച്ച് ഇവർക്കൊക്കെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഡോളമൈറ്റ് ഇവിടെ ഇട്ട് കൊടുത്തില്ല. ഓരോന്നൊക്കെ വിട്ടു പോകും. ഇനിയിപ്പോൾ വരാം. കണ്ടോ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്നത്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കുപ്പിച്ചില്ല. അങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല. എൻ്റെ കൈ മുറിഞ്ഞതാണ് ഒരു പ്രാവശ്യം. അവിടുന്ന് ബ്ലഡൊക്കെ കുറേ പോയതാണ് കൈട്ടിളക്കിയപ്പം. എന്നാലും ഞാൻ ഇവിടെ എല്ലാം നട്ടേക്കുക. നമുക്ക് സ്ഥലം വൃത്തിയാക്കി എടുക്കണം. എൻ്റെ ഒരു മോട്ടീവ് അതാണ്. കപ്പയും നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കപ്പയും നട്ടിട്ടുണ്ട്. കിട്ടിയ സ്ഥലത്തൊക്കെ ഞാൻ അങ്ങേ അറ്റത്തൊക്കെ നട്ടിട്ടുണ്ട്.
മാഷാ അല്ലാ മാഷാ അല്ലാ, പടച്ചവൻ നന്നാക്കി തരട്ടെ. എപ്പോഴും ഇതാ പ്രാർത്ഥന. കഷ്ടപ്പെടാൻ തയ്യാറാണ്. നമുക്കതിൻ്റെ പിന്നെ റിസൾട്ട് കൂടെ കിട്ടണം എങ്കിലേ നമുക്കൊരു ഇവിടെ ഒരെണ്ണം നിന്ന് ചീഞ്ഞു പോയി. അതിപ്പോൾ നമുക്ക് വേറെ നടാം. ഇനി ഇരിപ്പുണ്ട് തയ്യ്, സെയിലിന് വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ ഇവിടെ ആർക്കും വേണ്ട. ഇവിടെ എല്ലാവർക്കും പപ്പായ എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കാണ്. നല്ല വിലയുള്ള ഫ്രൂട്ടാണ്, നല്ല ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതൊന്നും ആർക്കും നമ്മൾ പറഞ്ഞാലൊന്നും ആർക്കും അത്ര വേണ്ട. ഇതൊക്കെ ഞാൻ കുഞ്ഞു തൈകൾ കൊണ്ട് വെച്ച് ഞാൻ വെള്ളം ഒഴിച്ച് നനച്ച് ഇത്രയൊക്കെ ആക്കി എടുത്തതാണ്. പിന്നെ പൊതയൊക്കെ കൊടുത്ത്, പിന്നെ ഇവിടെ ഇത്ര നാളും കൃഷി ചെയ്യാതെ കിടന്നതോ, കാരണം ഇവിടെല്ലാം മരങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇതാ കണ്ട് വെട്ടിയതല്ലേ ഇതെല്ലാം. മരങ്ങളൊക്കെ വെട്ടിയപ്പം നല്ല വെയിലായി. ഇവിടെ നല്ല വെയിലും വെട്ടമൊക്കെ ആയപ്പം നമ്മളിങ്ങനെ വെറുതെ ഭൂമി പാഴാക്കി ഒരിക്കലും ഇടരുത്. ഭൂമി എപ്പോഴും നമ്മൾ യൂസ്ഫുള്ളാക്കി എടുക്കണം. എന്നിട്ട് ഞാനതുകൊണ്ട് ഡോളോമൈറ്റാണ് കൊടുത്തത്. ഇവർക്ക് അടിവളമൊക്കെ കൊടുത്താൽ നട്ടത് ചെറിയ രീതിയിലേ കൊടുത്തുള്ളൂ, വളരട്ടെ എന്ന് വിചാരിച്ചു. കാരണം വേനലല്ലേ, കോഴിവളം ഏറ്റവും നല്ലത് ഇവർക്ക്. നമുക്ക് ഈ കോഴിവളവും പിണ്ണാക്കുകളെല്ലാം കൂടെ മിക്സിങ്ങായിട്ട് വരുന്നൊരു ചാക്ക് വളം ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്, 25 കിലോ 50 കിലോ. അതൊരു ചാക്ക് വളം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം കൊടുക്കാമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിയിരുന്നതാണ് കണ്ട. ഇത് പ്ലാവായിരുന്നു. അവിടെ എല്ലാം ഇപ്പം നല്ല വെട്ടമായി. ഇതൊക്കെ ഞാൻ കവറിനകത്താക്കി വെച്ചിരുന്ന തൈകളാണ്. ഞാൻ പലയിടത്തും എന്ന് പറഞ്ഞിട്ടും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതൊക്കെ ചെയ്യാൻ. ഓമയ്ക്കായോ, ഇവിടെ ഓമയെന്നാണ് പറയുന്നത് കേട്ടോ, ഓമയ്ക്കാന്നാണ് പറയുന്നത്. ആലപ്പുഴയിലൊക്കെ പപ്പരയ്ക്കാന്നാണ് പറയുന്നത്. പിന്നെ പപ്പായ എന്നും പറയും, പല പേരുണ്ട്, കപ്പളങ്ങ. അന്നേരം ഇവിടെ അടുത്തിട്ട് ഓമ നട്ടിട്ട് എന്തോടുക്കാനാ? ഞാൻ പറഞ്ഞു ഓമ നട്ട് നോക്കാം, നമുക്ക് കഴിക്കാമല്ലോ ഫ്രൂട്ട്, കടകളിൽ കൊടുക്കാം, നമുക്ക് മാർക്കറ്റിംഗ് ഉള്ളതായി സാധനം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാം, അല്ലാതെ തന്നെ ഭൂമി വെറുതെ പാഴായി കിടക്കണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. നല്ല വിത്തനം നോക്കി ഞാൻ എടുത്തോണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ പടവലത്തിനും കൊടുത്തു കേട്ടോ, ചാക്കിനകത്ത് നട്ടതാ. അത് വള്ളി മേളിലോട്ട് കയറി. അതൊക്കെ ഒരു ദിവസത്തെ പാടായിരുന്നു. ഞാൻ കസേര കൊണ്ടുവന്നിട്ട് കയറി നിന്ന്. മോനുള്ളപ്പോൾ അവൻ ഇതെല്ലാം ചെയ്തു തരും കേട്ടോ. ഇപ്പം മോനില്ലാത്തതുകൊണ്ട് ഈ പണിയെല്ലാം അവനാണ് ചെയ്തു തരുന്നത്. ഞാനിപ്പോൾ നെറ്റൊക്കെ വലിച്ച് കെട്ടി. ഇനിയിപ്പോൾ ഇത് മേളിലോട്ട് വരുമ്പോൾ ഭാരമാണ്, വെയിറ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കണം. അതിനൊന്നും മരക്കാൽ ഒരെണ്ണം ബാത്റൂമിനകത്തോട്ടൊക്കെയാണ് വലിച്ച് കെട്ടിയേക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടെന്നേ. അതിന് ഫലം പടച്ചവൻ തരാതിരിക്കുമോ? തീർച്ചയായിട്ടും തരും. കണ്ടോ എൻ്റെ കൃഷി ഇതൊക്കെയാണ്. പപ്പായ കൃഷി ആരെല്ലാം കേട്ടാലും കളിയാക്കും. ചിലരൊക്കെ കളിയാക്കി. നമുക്കതൊന്നും പ്രശ്നമില്ല, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നത്. കളിയാക്കിക്കോട്ടേന്ന്, നമുക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. അപ്പം ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൂടെ പടച്ച തമ്പുരാൻ തന്നാൽ മതി. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അതിന് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫ്രൂട്ടിനും എല്ലാം ഇട്ട് കൊടുക്കണം. എൻ്റെ തായ്ലൻഡ് ചാമ്പയൊക്കെ അന്ന് കായ്ച്ച് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടല്ലോ. പനി പിടിച്ച് കിടന്നു, വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആയി വരട്ടെ. ഭയങ്കര കൊതി അതൊക്കെ കാണാൻ തന്നെ. നമ്മൾ വാടക വീട്ടിലല്ലേ, നമ്മളല്ലേ എപ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചേനെ. ഒക്കെ ആയി വരട്ടെ, നമുക്ക് എടുക്കാമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി ഇതിനെല്ലാം ഇട്ട് കൊടുക്കണം. ബേറാപ്പിളൊക്കെ ആയി വരുന്നു. ബേറാപ്പിളൊക്കെ ആയി തുടങ്ങി. അതിനൊക്കെ ഇച്ചിരി അതിന് കുറച്ചിട്ടു, വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നട്ടിരിക്കുകയാണ്. ഒരു 10-65 മൂടുണ്ട് കേട്ടോ, പലയിടത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ. എൻ്റെ തമ്പുരാനെ സക്സസ് ആയി കിട്ടണേ. ഞാനെപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന അതൊക്കെയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് മനസ്സമാധാന പ്രയാസങ്ങൾ മാറാൻ വേണ്ടി, അല്ല നമ്മൾ ആരുടെയും ദോഷത്തിന് വേണ്ടിയിട്ട് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. തമ്പുരാൻ അതുകൊണ്ട് നമുക്ക് ഹൈർ ചെയ്ത് തരും. വേണ്ട കരിയിലൊക്കെ ഞാൻ കത്തിച്ച് കളയാഞ്ഞാണേ. നമുക്കിതിനൊക്കെ പൊത കൊടുക്കണം. പിന്നെ അതിനല്ലേ എനിക്ക് ഇടവിളയായിട്ട് മഞ്ഞൾ കൃഷിയും കൂടെ ചെയ്യണമെന്നുണ്ട്. അന്നേരം അതിനൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ, ചപ്പ് വാരിയിട്ട് കൊടുത്തിട്ട് വേണ്ടേ. ഞാനത് ചെയ്യണ്ടാകണ്ടിരുന്നു. അപ്പം മഞ്ഞളൊക്കെ നന്നാക്കി എടുത്തിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പൊടി ഇരിപ്പുണ്ട്. പിന്നെ കപ്പയൊക്കെ കണ്ട ഇവിടെ ഒരു കുഴി മൂടി നട്ടതാണ്. അത് അടുത്ത് പോയി അങ്ങ്. എല്ലാം കൂടെ എനിക്ക് വയ്യായിരുന്നു. നമ്മളങ്ങ് കുഴയത്തില്ലയോ പണി ചെയ്ത്. അന്നേരം അടുത്തടുത്ത്, പക്ഷേ ഇത്രയും കുറച്ച് ഗ്യാപ്പിട്ട് നട്ടിരുന്ന അടിപൊളിയായിരുന്നു. അകത്ത് കിടന്ന ചപ്പെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് ചാരമുണ്ട് കേട്ടോ, ചാമ്പൽ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേ കരിയിലായിട്ട് മണ്ണ് വിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇത് നട്ടത്. എല്ലാം നിൽക്കട്ടെന്നേ, കിട്ടുന്നതൊക്കെ കിട്ടട്ടെന്നേ. ഭയങ്കര കഷ്ടപ്പാടാണ്, പക്ഷേ നമുക്കൊരു സുഖമാണ് ആ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ. നമുക്കതിൻ്റെ ഫലവും കൂടെ കിട്ടാമെങ്കിലേ. നമ്മളിങ്ങനെയൊക്കെ കിടന്ന് ചെയ്യും. ഓരോരുത്തർ ചോദിക്കും എന്തോനെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ശരീരം കളയുന്നത്. നമുക്കതൊക്കെ എല്ലാം ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമല്ലോ. നമ്മുടെ റോസസൊക്കെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഇതൊക്കെ പ്രൂൺ ചെയ്യണം. പൂവെല്ലാം കഴിഞ്ഞത് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് ഇച്ചിരി വളമൊക്കെ കൊടുക്കണം. അടുത്ത മുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുരുടിപ്പും മുരടിപ്പും ഒക്കെ ആയിരുന്നു. ഇതിനൊക്കെ മരുന്നൊക്കെ ചെയ്തിരിക്കുക. ഞാനെല്ലാം ഓർഗാനിക്കേ ചെയ്യത്തുള്ളൂ, അറിയാമല്ലോ. ഒന്നും കെമിക്കൽ മരുന്നുകളൊന്നും മേടിക്കത്തില്ല ഞാൻ. നമ്മുടെ ആമ്പലൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്.
ഇതാ ഡോളമൈറ്റ് മേടിച്ചുകൊണ്ട് വന്നതാണ്. കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 10 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ തന്നെ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നനച്ച് കൊടുത്തിട്ട് ഇവർക്കൊക്കെ കൊടുക്കണം. നമ്മുടെ എന്താണ്ട് ഈത്തമ്പഴമൊക്കെ നിൽക്കുന്ന കണ്ടില്ല, നിറച്ച് പിന്നെയും പൂക്കൾ വന്നുകൊണ്ടേയിരിക്കുക. ഇത് നിറച്ചും കായ്കൾ പിടിച്ചുകൊണ്ടേയിരിക്കുക സപ്പോട്ട. ഇന്നലെ ഞങ്ങളുടെ ഒരു സാറ് വിളിച്ച് ചോദിച്ചു സപ്പോട്ട ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു സാർ ഇങ്ങോട്ടും എടുത്തു തരാം, സാറ് പ്ലാവ് വേണം, സപ്പോട്ട വേണം, ഓർഡറൊക്കെ തന്നു. എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച സാറാണേ. 2ഉം 4ഉം അല്ല 4ആ സാറ് പഠിപ്പിച്ചത് കാറ്. അപ്പോൾ അങ്ങനെ സാറ് വിളിച്ചായിരുന്നു. 10-12 വർഷം മുമ്പ് പഠിപ്പിച്ച അന്ന് എന്നെ കണ്ടതോ ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ സാർ അന്തം വിടും. എൻ്റെ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല, അതൊക്കെ തിരികെ പിടിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതേ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇവർക്ക് ഇട്ട് കൊടുത്തില്ല, പാവം ഓർക്കത്തില്ല കേട്ടോ. എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. കിട്ടിയ സ്ഥലത്തെല്ലാം നട്ടേക്കും. ഇവിടെയൊക്കെ നല്ല സൺലൈറ്റ് കിട്ടുന്നതാണ്. പപ്പായയ്ക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് സൺലൈറ്റാണേ. പിന്നെ നമുക്ക് വളപ്രയോഗങ്ങൾ, നമ്മുടെ പരിചരണം, നോട്ടം എല്ലാം വരണം. വേണ്ട ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. കിട്ടിയ സ്ഥലത്തെല്ലാം ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെ എല്ലാം വെള്ളം നിൽക്കുന്നത് ആ വഴിക്കൊക്കെ. അപ്പം നമുക്ക് ഇതിലേ കൂടെ വേണം അങ്ങോട്ട് ബാത്റൂമിലോട്ടൊക്കെ പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ പീസ് ലില്ലിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചു. അയ്യോ അത് ഷെയ്ഡ് നോക്കി ഓരോരുത്തടുത്ത് ഓരോ ദിവസം വെപ്പാം. അപ്പോൾ എന്തായാലും ഇവിടോട്ട് വെച്ചു. നമ്മുടെ കവുങ്ങൊക്കെ ഇത്രയും ആയി കേട്ടോ, ഡാർഫ് കവുങ്ങ. പോട്ടിനകത്ത് വെച്ച് ഇതൊക്കെ ഫ്രണ്ടിലിരുന്ന ഇതൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് പാടെ എനിക്കും പടച്ചവനും അറിയത്തുള്ളൂ. എന്നാലും പോട്ടെ, തമ്പുരാൻ നമ്മളെ വീഴ്ത്താതെ ഇത്രയൊക്കെ ചെയ്യിപ്പിച്ച് തരുന്നില്ലയോ. ഇത് കണ്ടോ, ഇത് കവുങ്ങിയാന്ന് ഇപ്പോൾ വീണതാ കൂട്. കാക്ക വെച്ചതാണോ, അടിപൊളിയല്ലേ. ഞാനിങ്ങനെ വീഴുന്നൊക്കെ എടുത്ത് ഇവർക്ക് പൊത കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ റെഡ് ലേഡി ഇത്രയും ആയി കേട്ടോ, ആദ്യം നട്ടതാ. ഉണ്ടാ കൂട്ടിനകത്ത്. അതിനിപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത് നനച്ചും കൊടുത്തു. ആദ്യം അവൾക്കാണ് കൊടുത്തത് ഡോളമൈറ്റ്, എന്നിട്ട് നനച്ചും കൊടുത്തു. ഇനിയിപ്പം പിന്നെ വളവും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പൊതയൊക്കെ കൊടുത്തിട്ട് വെള്ളം നനയൊക്കെ നിർത്തണം. അന്നേരം പൂവിട്ടോളൂ. 3 മാസം കൊണ്ട് പൂവിടുന്നതാണല്ലോ. പൂവിടും. എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ്. എനിക്ക് കൃഷിയോടൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റാണ്. ഏത് കാര്യത്തിലും സക്സസ് ആകുമെന്ന് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ അത് സക്സസ് ആകും, ഉറപ്പാണ്. അല്ല അയ്യോ ഉണ്ടാകുമോ, കിളിക്കുമോ. ഈയിടെ ഒരാൾ ഇവിടെ വന്നപ്പോഴേ കോളിഫ്ലവറിൻ്റെ തൈരിപ്പുണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവച്ചാൽ കിളിക്കുമോ, ഉണ്ടാകുമോ. ഞാൻ പറയും ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നട്ടതാണ്. അതാണ്ടത് കുഞ്ഞു തയ്യായിരുന്നു. ഇത് അത്രയും ആയി. അപ്പുറത്തും ഇപ്പുണ്ട്. ഇതിലൊക്കെ കണ്ട് ഞാനിതൊക്കെ എടുത്തല്ലേ കറി വെക്കുന്നത്. ഇതിനകത്ത് ഫ്ലവർ വരുന്നതേ ഉള്ളൂ. അതിനിപ്പം ഐസ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചത്തുപോയ ചെടിയാണ് അതൊക്കെ കേട്ടോ. ബാക്കി വന്നപ്പോഴത്തേക്ക് അവർക്ക് ശുദ്ധവായു കിട്ടി, നല്ല സംരക്ഷണം മറ്റോ അതൊക്കെ നിന്ന് വിഷമെല്ലാം ശ്വസിച്ചവർ ചത്തുപോയതാണ്. ഇപ്പോൾ റെഡിയായി കേട്ടോ. മക്കളെ ലെങ്തി ആകുക, ഒന്ന് കാണണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. കൃഷിയെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തതാ. ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ. ഒരുപാട് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പടച്ചവൻ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കൂടെ. എപ്പോഴും എൻ്റെ മക്കൾ കാണുന്ന, അവരിപ്പം പ്രാവശ്യം എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ റെഡിയായപ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. രാവിലെ ഞാൻ സുബഹിക്ക് ഉളു എടുക്കാനൊക്കെ ദേ ഇവിടെ വരുന്നത്, ഈ പൈപ്പിൻ്റെ വീട്ടിൽ. അപ്പം അന്നേരം തൊട്ടേ ഇവരുടെ കൂടെ അല്ലേ നമ്മൾ. അത് കഴിഞ്ഞ് ഞാൻ കഥയൊന്നും അടയ്ക്കത്തില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറി ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന് എൻ്റെ മക്കളുടെ കൂടെ അങ്ങനെ കുറേ സമയം 10 മണി കഴിയുമ്പോൾ ഇവിടെ വെയിലാണ്. അതിന് മുമ്പായിട്ടെല്ലാം ഒതുക്കി അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് കയറും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കണ്ടോ. ഇനി ചെടികളൊക്കെ ഗ്രോത്തായി കഴിഞ്ഞ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നമ്മുടെ പപ്പായയും മറ്റുള്ള ചെടികളും പടവലം കായൊക്കെ ആകുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കേ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു. നിങ്ങളാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സപ്പോർട്ട് ചെയ്ത് തരണേ മക്കളെ. രാവിലെ പണിയുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് ശബ്ദമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കിതപ്പും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ്. ഓരോ സാധനങ്ങൾ ഓരോരുത്തർത്തിരിക്കുക. നമ്മളവിടെ എല്ലാം പോയി എടുത്ത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കയറി ഇതൊക്കെ ചെയ്യണ്ടേ. നമുക്ക് ഈ ചെടികളെല്ലാം കൊണ്ടുവച്ചുകൊണ്ട് സ്ഥലമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഗ്യാപ്പ് കിട്ടുന്നിടത്തൊക്കെയാണ് ഇതൊക്കെ നട്ടേക്കുന്നതേ. ഓരോ ദിവസം ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. അന്നേരം അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് മക്കളെ. അതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.